നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി നിരീക്ഷണം പ്രതീക്ഷയോടെ കാണുന്നു. ഒരു ഭീഷണിക്ക് വഴങ്ങില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും പി ദിവ്യ. കെ സുധാകരനെ കള്ളക്കേസിൽ കൊടുക്കാമെന്ന വ്യാമോഹം MV ഗോവിന്ദന് വേണ്ടെന്ന് JB മേത്തർ. കളി സുധാകരനോടാണെന്ന് ഓർമ്മ വേണമെന്നും മേത്തർ. കൈത്തറിക്കൊരു കൈത്താങ് നൽകുക. ഭരണസമിതി അംഗങ്ങൾ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. കൂലി അതത് മാസം നൽകണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി നിരീക്ഷണം പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ. തനിക്കെതിരെയുള്ള ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ദിവ്യ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലെ മുഴുവൻ തെരുവുനായകളെയും കൊല്ലാനല്ല, മനുഷ്യരുടെ നേരെ അക്രമം കാണിക്കുന്ന നായകളെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി മാതാപിതാക്കൾ വിളിച്ച് പരാതികൾ പറയുന്നുണ്ടെന്നും ദിവ്യ പറഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാതാപിതാക്കൾ വിളിക്കുകയാണ്, വിദേശത്തുനിന്ന് വിളിക്കുകയാണ്. കാരണം മക്കൾ സ്കൂളിൽ പോകുന്നില്ല, മദ്രസയിൽ പോകുന്നില്ല. വലിയൊരു ദുരന്തമായിട്ട് തെരുവുപട്ടിയുടെ പ്രശ്നം കണ്ണൂരിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നിയമപരമായ ആ പോരാട്ടം ഞങ്ങൾ തുടരും. കേവലം ശബ്ദ സന്ദേശങ്ങളിലൂടെയുള്ള ഭീഷണികൾക്ക് മുന്നിൽ പതറുകയില്ല. ജില്ലാ പഞ്ചായത്തിന് ആകും വിധം നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നും ദിവ്യ പറഞ്ഞു. എൻ്റെ ശ്രദ്ധയിൽ ഇന്നാണ് ഇങ്ങനൊരു വോയിസ് ആയിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്. ഞാനതെല്ലാം നമ്മൾ എടുക്കുന്നൊരു നിലപാടുമായി ബന്ധപ്പെട്ട് അവരത് ഭയക്കുന്നത് കൊണ്ടാണെന്നാണ് കരുതുന്നത്. പിന്നിപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് ജില്ലാ പഞ്ചായത്തിൽ വന്നിട്ട് കൊല്ലു എന്നൊക്കെ ചിലർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൈത്തറി സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾ കലക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ 2018 മുതലുള്ള ഇൻസെന്റീവ് കുടിശ്ശിക നൽകുക. സംഘങ്ങൾക്ക് 4% പലിശ നിരക്കിൽ ക്യാഷ് ക്രെഡിറ്റ് വായ്പ അനുവദിക്കുക. 2010 മുതലുള്ള റിബേറ്റ് അനുവദിക്കുക. കോവിഡിന്റെ ഭാഗമായി നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ റിബേറ്റ് തുക 20% നിന്നും 40% ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. കൈത്തറി യൂണിഫോം പദ്ധതിയിലെ പോരായ്മകൾ പരിഹരിക്കണമെന്ന് MV ജയരാജൻ ആവശ്യപ്പെട്ടു. ഇത്തരമൊരു സമരം സംഘടിപ്പിക്കാൻ ഇടയായത് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ആർദ്രമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. GST നിയമപ്രകാരം രജിസ്ട്രേഷനുള്ള സംഘങ്ങൾ യൂണിഫോം വിലയുടെ 5% GST അടയ്ക്കുന്നതിനുള്ള വലിയ ബാധ്യത സർക്കാർ നികത്തണം. യൂണിഫോം തൊഴിലാളികളുടെ കൂലി കഴിഞ്ഞ 5 മാസമായി കുടിശ്ശികയാണെന്നും കൂലി അതത് മാസം നൽകും വിധം പദ്ധതി പരിഷ്കരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സ്റ്റേഡിയം കോർണർ കേന്ദ്രീകരിച്ചു തുടങ്ങിയ പ്രകടനം താലൂക്ക് കാൽടെക്സ് വഴി കലക്ട്രേറ്റിൽ സമാപിച്ചു. കണ്ണൂർ നഗരത്തിൽ വീണ്ടും കാറിന് തീപിടിച്ചു. കോട്ടയിൽ നിന്നും മടങ്ങിയ പട്ടാന്നൂർ കടവിലെ ആദർശിന്റെ വണ്ടിയാണ് കത്തി നശിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് കാർ കത്തി ഗർഭിണിയും ഭർത്താവും വെന്തു മരിച്ചിരുന്നു. കണ്ണൂർ നഗരത്തിൽ ഓട്ടത്തിനിടെ കാർ കത്തുന്നത് ഭീതിയുണർത്തുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് കോട്ടയിൽ നിന്നും മടങ്ങിയ കാർ ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് സമീപം എത്തിയപ്പോൾ കത്തുകയായിരുന്നു. മാസങ്ങൾക്ക് മുമ്പാണ് ഗർഭിണിയും ഭർത്താവും ഇതിനടുത്ത് വെന്തു മരിച്ചത്. വണ്ടിയുടെ ബോണറ്റിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ പട്ടാന്നൂർ കടവിലെ ആദർശ് പുറത്തേക്കിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഡ്രൈവർ പുറത്തിറങ്ങിയ ഉടനെ തീ ആളിപ്പടർന്നു. കാറിന്റെ ഉൾവശം പൂർണ്ണമായും കത്തിനശിച്ചു. കണ്ണൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ ടൗൺ പോലീസിന്റെ പിടിയിൽ. കാസർഗോഡ് സ്വദേശി ഉമറുൽ ഫാറൂഖിനെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരള ബാങ്ക് മേഖലാ ഓഫീസിന് മുൻവശത്തുള്ള റോഡിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഓട്ടോറിക്ഷയിൽ ചാക്കുകളിലായി വിൽപ്പനയ്ക്കായി ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന നടത്തിയത്. പല ചാക്കുകളിലായി നിറയെ പുകയില ഉൽപ്പന്നങ്ങളുമായാണ് കാസർഗോഡ് സ്വദേശി ഉമറുൽ ഫാറൂഖിനെ ടൗൺ പോലീസ് പിടികൂടുന്നത്. തുടർന്ന് ഇയാളെയും ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. ഇസ്കോൺ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ 14ാമത് ജഗന്നാഥ രഥോത്സവം നടന്നു. കനകത്തൂർ കൂറുമ്പ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ജഗന്നാഥ രഥയാത്ര നഗരം ചുറ്റി തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു.
ചൊവ്വാഴ്ച രാവിലെ കനകത്തൂർ കൂറുമ്പ ക്ഷേത്രത്തിൽ ഇതിന്റെ ഭാഗമായി വിവിധ പൂജകളും ഹരേകൃഷ്ണ സത്സംഗവും ഭജനയും നടന്നു. വൈകിട്ട് ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച് ജഗന്നാഥ രഥയാത്ര നഗരം ചുറ്റി തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ സമാപിച്ചു. നേരത്തെ ചിറക്കൽ കോവിലകം വലിയ തമ്പുരാൻ CK രാമവർമ്മ രാജയാണ് രഥയാത്ര ഉദ്ഘാടനം ചെയ്തത്. ആചാര്യന്മാരും നിരവധി ഭക്തജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി രാജഭോഗ ആരതി, പ്രസാദ വിതരണം തുടങ്ങിയവയും ഉണ്ടായിരുന്നു. തുടർന്ന് പ്രഭാഷണവും മഹാപ്രസാദ വിതരണവും നടന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി നിരീക്ഷണം പ്രതീക്ഷയോടെ കാണുന്നു. ഒരു ഭീഷണിക്ക് വഴങ്ങില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും PP ദിവ്യ. കെ സുധാകരനെ കള്ളക്കേസിൽ കൊടുക്കാമെന്ന വ്യാമോഹം MV ഗോവിന്ദന് വേണ്ടെന്ന് JB മേത്തർ. കളി സുധാകരനോടാണെന്ന് ഓർമ്മ വേണമെന്നും മേത്തർ. കൈത്തറിക്കൊരു കൈത്താങ് നൽകുക. ഭരണസമിതി അംഗങ്ങൾ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. കൂലി അതത് മാസം നൽകണമെന്നും ആവശ്യം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wainard Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. സിറ്റി ചാനൽ പുതിയ ഓഫീസ്, സ്റ്റുഡിയോ റൂം, ടെന്നീസ് കോർട്ടിന് സമീപം മലബാർ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ നടന്ന ദീപം തെളിയിക്കൽ ചടങ്ങിൽ ഓപ്പറേറ്റർമാരും ജീവനക്കാരും പങ്കെടുത്തു. വാർത്താമാധ്യമ രംഗത്ത് വർഷങ്ങളായുള്ള പരിചയസമ്പത്തും കണ്ണൂരിന്റെ സ്വന്തം ചാനൽ എന്ന ഖ്യാതിയും നേടിയ സിറ്റി ചാനൽ കൂടുതൽ വ്യക്തതയോടെ നിങ്ങളിലേക്ക്.
ഇനി മികവാർന്ന പരിപാടികളും വാർത്തകളും സോഷ്യൽ മീഡിയ ഇടപെടലുകളുമായി ഇന്നു മുതൽ പുതിയ സ്റ്റുഡിയോയിൽ നിന്നും പ്രവർത്തനം തുടങ്ങി. രാവിലെ നടന്ന ദീപം തെളിയിക്കൽ ചടങ്ങിൽ രഘുവീർ റാം, പ്രവീൺ, നിസാർ PP, ബിജു PC, പ്രദീപൻ എളയാവൂർ, ഷാജി VC, ആനന്ദൻ, വത്സൻ, രഞ്ജിത്ത്, സജീവൻ കക്കാട്, സജീവ് തോട്ടട, ഫസൽ തുടങ്ങി നിരവധി ഓപ്പറേറ്റർമാർ ചടങ്ങിൽ പങ്കെടുത്തു. സ്നേഹത്തിരമാലകൾ തഴുകും നാട്, വീരച്ചേകോർ പൊരുതി വളർത്തിയ നാട്, അറക്കലും ചിറക്കലും സ്നേഹചരിതമെഴുതിയ നാട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ബക്രീദ് ഖാദി മേളയ്ക്ക് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ നിർവഹിച്ചു. അപ്പോൾ ആ വസ്ത്രം ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാനുള്ള ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമാണ് ഈ ബക്രീദ് മേളയുടെ ജില്ലാതല ഉദ്ഘാടനം. കണ്ണൂർ ഖാദി ഗ്രാമസൗഭാഗ്യയിൽ വ്യവസായ ബോർഡ് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ബക്രീദ് ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. ചടങ്ങിൽ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു എളയാവൂർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് സഫ്വാൻ തങ്ങൾ ഏഴുമല ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ബക്രീദിന്റെ ഭാഗമായി 30% വരെ സർക്കാർ റിബേറ്റിലാണ് ജൂൺ 27 വരെ ഖാദി തുണിത്തരങ്ങൾ ലഭിക്കുക. ചടങ്ങിൽ സാമൂഹിക മേഖലയിലെ വ്യക്തികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. മാരാർജി മന്ദിരത്തിൽ നടന്ന പരിപാടി BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ ആധ്യാത്മിക ആചാര്യന്മാർ ജീവിതത്തിൽ അനുഷ്ഠിച്ച യോഗ ഇന്ന് ലോകത്തെ ഏക കുടുംബമായി മാറ്റാൻ സാധിച്ചുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അബ്ദുള്ളക്കുട്ടി ചൂണ്ടിക്കാട്ടി. ഭാരതത്തെ ലോകത്തിന്റെ മുന്നിലെത്തിക്കാൻ ഇതിന് നേതൃത്വം കൊടുത്തത് നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ്. ലോക ജനത നരേന്ദ്രമോദിയെ അംഗീകരിക്കുമ്പോൾ ഭാരതത്തിന്റെ പാരമ്പര്യത്തെയാണ് അംഗീകരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബിജു ഏളക്കുഴി, അരുൺ കൈതപ്രം, UT ജയന്തൻ, അഡ്വക്കേറ്റ് അർച്ചന വണ്ടിച്ചാൽ, വിജയ് S രാഹുൽ, രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറക്കൽ യോഗ പരിശീലന കേന്ദ്രത്തിലെ പരിശീലകൻ PK ശ്രീകുമാർ യോഗ പരിശീലിപ്പിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ യോഗാ ദിനാചരണം നടത്തി. INTUC ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ കണ്ണൂർ DCC പ്രസിഡന്റുമായിരുന്ന K. സുരേന്ദ്രന്റെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ നേതൃത്വം നൽകി. കണ്ണൂർ ജില്ലയിലെ ജനാധിപത്യ ചേരിക്കും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും നിസ്തുലമായ സംഭാവന ചെയ്ത അവിസ്മരണീയമായ വ്യക്തിത്വമാണ് K. സുരേന്ദ്രൻ എന്ന് അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു. പുഷ്പാർച്ചനയ്ക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി. നേതാക്കളായ അഡ്വക്കേറ്റ് TO മോഹനൻ, ചന്ദ്രൻ തില്ലങ്കേരി, PT മാത്യു, KC മുഹമ്മദ് ഫൈസൽ, മുഹമ്മദ് ബ്ലാത്തൂർ, K. പ്രമോദ്, MP ഉണ്ണികൃഷ്ണൻ, VV പുരുഷോത്തമൻ, രാജീവൻ ഇളയാവൂർ, അമൃത രാമകൃഷ്ണൻ, P. മുഹമ്മദ് ഷമ്മാസ്, രജനി രാമാനന്ദ്, ശ്രീജിത്ത് നാറാത്ത്, സുരേഷ് ബാബു എളയാവൂർ, അഡ്വക്കേറ്റ് റഷീദ് കവായി, കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ DCC ഹാളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ ഉദ്ഘാടനം ചെയ്തു. KPCC പ്രസിഡന്റ് K. സുധാകരൻ MPയെ കള്ളക്കേസിൽ കൊടുക്കാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കരുതുന്നതെങ്കിൽ കളി സുധാകരനോടാണെന്ന് ഓർമ്മ വേണമെന്ന് അഡ്വക്കേറ്റ് JB മേത്തർ. ഗോവിന്ദൻ മാഷാണെങ്കിൽ എങ്ങനെയും താൻ വലിയ ആളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പെടാപ്പാടിലാണ് എന്ന് നമുക്കറിയാം. ഗോവിന്ദൻ മാഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗോവിന്ദൻ മാഷ് കളിക്കുന്നത് K. സുധാകരനോടാണ് എന്ന് ഗോവിന്ദൻ മാഷ് ഒന്ന് ആലോചിച്ചാൽ നന്നായിരുന്നു എന്ന് പറയാൻ മഹിളാ കോൺഗ്രസ് അത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കളി K. സുധാകരനോടായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബ്രണ്ണൻ കോളേജിന്റെയും പ്രത്യേകതരം ആക്ഷന്റെയും ഒക്കെ കാര്യം പറഞ്ഞു വന്നിരുന്നെങ്കിലും അതെല്ലാം സുല്ലിട്ട് പിരിഞ്ഞുപോയ പിന്നീട് ഒരു മിണ്ടാട്ടവും ഇല്ലാത്ത മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കാണുന്നത്. പിന്നെയാണോ ഗോവിന്ദൻ മാഷ്? ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലത്തെ കാര്യം പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരനോട് കൊമ്പുകുലുക്കി വന്നിട്ട് എന്ത് സംഭവിച്ചുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ ഓർത്താൻ നല്ലതെന്നും JB മേത്തർ പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. TCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉപഹാര സമർപ്പണവും മുഖ്യപ്രഭാഷണവും നടത്തി. സെക്രട്ടറി ഉഷ അരവിന്ദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് U. വഹീദ, രജനി രാമാനന്ദ്, സെക്രട്ടറി ഉഷ ഗോപിനാഥ്, P. സിന്ധു,
EP ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. തോട്ടട ചിറക്ക് താഴെ 4-ൽ രമണിയുടെ വീടിനോട് ചേർന്ന കൂടയിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. ചൊവ്വാഴ്ച രാത്രി 7:30ഓടെയായിരുന്നു 15 കിലോയോളം ഭാരം വരുന്ന പെരുമ്പാമ്പിനെ പിടികൂടിയത്. പാമ്പുപിടുത്തക്കാരൻ ബെനറ്റ് ആയിരുന്നു സാഹസികമായി പാമ്പിനെ പിടികൂടിയത്. വീടിന് സമീപത്ത് നിന്നും 2 ദിവസം മുന്നേ പെരുമ്പാമ്പിന്റെ കുട്ടികളെ നാട്ടുകാർ കണ്ടിരുന്നു. രക്ഷാദൌത്യത്തിൽ റിദിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഉണ്ടായിരുന്നു. തെരുവ് നായകളുടെ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് MV ജയരാജൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകടകാരികളായ തെരുവ് നായകൾക്ക് ദയാവധം നൽകുന്നതിന് ആവശ്യമായ ചട്ടഭേദഗതിയടക്കം നടത്തി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് LDF ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. അക്രമകാരികളും കൊലയാളികളുമായ തെരുവു പട്ടികളെ ദയാവധം നടത്തി ജനങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഓഫീസായ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ കണ്ണൂരിൽ ജൂൺ 22 രാവിലെ 10 മണിക്ക് LDFന്റെ നേതൃത്വത്തിൽ ഒരു ബഹുജന മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. തെരുവ് നായകളുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണ്. ജൂൺ 11 സംസാരശേഷിയില്ലാത്ത നിഹാൽ തെരുവ് നായകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വീണ്ടും അതിന് സമീപത്ത് 8 വയസ്സുകാരി ജാൻവിക്കും കടിയേറ്റു. വീട്ടുകാർ പെട്ടെന്ന് കണ്ടതിനാലാണ് കുട്ടി രക്ഷപ്പെട്ടത്. ജില്ലയിൽ തന്നെ സമീപകാലത്ത് നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. ദയാവധത്തിനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ശക്തമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് നടത്തുന്നതെന്നും MV ജയരാജൻ പറഞ്ഞു. ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ സംഗീത ദിനം ആഘോഷിച്ചു. ചടങ്ങ് സ്കൂൾ മാനേജർ C സമീർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് യോഗയിലൂടെ ലഭിക്കുന്ന ഏകാഗ്രത പഠനത്തിന് സഹായകമാവുമെന്ന് C സമീർ പറഞ്ഞു. യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ TP മഹറൂഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. റമീസ്, സ്റ്റാഫ് സെക്രട്ടറി അനീഷ് നാറാത്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു. നിർമ്മല ടീച്ചറുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനവും സംഗീത പരിപാടിയും നടന്നു. യോഗത്തിൽ IM സമീന ടീച്ചർ, CP രഹന ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി നിരീക്ഷണം പ്രതീക്ഷയോടെ കാണുന്നു. ഒരു ഭീഷണിക്ക് വഴങ്ങില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും PP ദിവ്യ. K സുധാകരനെ കള്ളക്കേസിൽ കൊടുക്കാമെന്ന വ്യാമോഹം MV ഗോവിന്ദന് വേണ്ടെന്ന് JB മേത്തർ. കളി സുധാകരനോടാണെന്ന് ഓർമ്മ വേണമെന്നും മേത്തർ. കൈത്തറിക്കൊരു കൈത്താങ് നൽകുക. ഭരണസമിതി അംഗങ്ങൾ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. കൂലി അതത് മാസം നൽകണമെന്നും ആവശ്യം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.